ഉമ്മ ബാപ്പയോട് സംസാരിക്കരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വളരെ താഴ്മയോടുകൂടെ മാത്രമേ അവരോട് സംസാരിക്കാവൂ. ഉമ്മയോട് കസർത്തി പറയരുത്, ഗൗരവത്തിൽ പറയരുത്, ശബ്ദത്തിൽ പറയരുത്. ഉമ്മ ബാപ്പയെ വല്ലാതെ ബഹുമാനിക്കണം. അത് റബ്ബ് നമ്മോട് കൽപ്പിച്ച കാര്യമല്ലേ. അതേ സമയത്ത് മുസ്ലിമിന്റെ പേരുള്ള ചെറുപ്പക്കാരൻ കൊടുവാളെടുത്ത് ഉമ്മയെ വെട്ടിക്കൊല്ലുന്നു. അങ്ങനത്തെ ഒരു ആഖിർ സമാനിലായിപ്പോയി നമ്മുടെ ജീവിതം. സുഹൃത്തുക്കളെ, പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരോട്, മുസ്ലിമോ അമുസ്ലിമോ ആരാകട്ടെ, ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം. വേറൊരു ചെറുപ്പക്കാരൻ ഒരു കോളേജിൽ നിന്ന് പ്രിൻസിപ്പളെ മോത്തൂക്കി വിരൽ ചൂണ്ടിയിട്ട് കൊന്നുകളയും എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ കണ്ടു. ഇന്നാലില്ല. ഇങ്ങനെയാണോ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ വളരേണ്ടത്? ഇങ്ങനെയാണോ യുവാക്കൾ വളരേണ്ടത്? അച്ചടക്കത്തോടെ എല്ലാവർക്കും സംതൃപ്തിയുള്ള രൂപത്തിലല്ലേ പ്രിയപ്പെട്ട യുവാക്കളെ നമ്മൾ വളർന്നു വലുതാകേണ്ടത്? നമുക്കറിയോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വല്ല വിവരമുണ്ടോ നമുക്ക്? ഞാൻ പറയട്ടെ, എന്റെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, 23 വയസ്സേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം വേറൊരു വീട്ടിൽ പോയതാണ്. അവിടുന്ന് രാവിലെ സുബഹിയോടടുത്ത സമയത്ത് പെട്ടെന്ന് അതാ തളർന്നു പോകുന്നു. ഒരു ഭാഗം കുഴഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോൾ ഡോക്ടർമാര് പറയുന്ന സ്ട്രോക്കാണ്. ഈ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇപ്പോൾ തല ഒന്നായി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. 5 ലക്ഷം ഉറുപ്പിക ആ ആസ്പത്രിയിൽ തന്നെ ചെലവായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് സമയത്തും എന്ത് രോഗവും പിടികൂടിക്കൂടെ. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 2 ദിവസം മുമ്പ് പെട്ടെന്ന് വീണ് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഒരാളും അഹങ്കരിക്കരുത്. ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പിലും അഹങ്കരിക്കരുത്. എപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണ് തരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. നല്ല ബോധത്തോടുകൂടെ ജീവിക്കണം. യുവാക്കളും യുവതികളും ഒക്കെ അള്ളാഹുവിനെ ഭയപ്പെടണം. ആ റബ്ബിനെ ധിക്കരിക്കാനോ റബ്ബിനെ മറികടക്കാനോ ലോകത്തൊരാൾക്കും കഴിയില്ല. നിങ്ങൾ കണ്ടില്ലേ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്? ആ ട്രംപ് വലിയ ഡമ്പുള്ള വർത്തമാനം പറയും. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പാവപ്പെട്ട ചെറിയ പിഞ്ചുമക്കളെ, ഫലസ്തീനിലുള്ള ഗസയിലുള്ള പിഞ്ചുമക്കളെ അടക്കം ചുട്ടുകരിച്ചു കളയുമെന്ന് പറഞ്ഞു. പക്ഷേ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അമേരിക്കയിൽ പടുകൂറ്റൻ തീ കത്തിയപ്പോൾ ട്രംപിന് വീറ്റോ ചെയ്യാൻ കഴിഞ്ഞോ? ലോകത്തിന്റെ മുഴുവനും ഭരണാധികാരിയായ അല്ലാഹു ജല്ല ജലാലുഹു, അവൻ നമ്മുടെ രഹസ്യമറിയുന്നവനാണ്. അവൻ നമ്മുടെ പരസ്യമറിയുന്നവനാണ്. ആ റബ്ബിനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ച് ജീവിക്കണം. ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം. ആ റബ്ബിന് വിധേയപ്പെട്ട് ജീവിക്കണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. മോനെ, ബക്കറ്റ് എടുത്ത് സ്ത്രീകളെടുത്ത് പോവാം. സ്ത്രീകളിൽ നിന്നൊക്കെ നല്ല സംഭാവന ആയിക്കൊണ്ടുവരാം. എല്ലാവരും നമ്മുടെ മരിച്ചുപോയ, അതെ, പഴശ്ശി അബ്ദുൽ ലത്തീഫ് സഅദി അടക്കം നമ്മുടെ ഈ പരിസരങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ പണ്ട് തലശ്ശേരി താലൂക്ക് SSFന്റെ പ്രവർത്തകനായിരുന്ന കാലത്ത് ഇവിടെ ഒക്കെ മൈക്കും കെട്ടി ജീപ്പിലും ഇങ്ങനെ നടന്ന് പ്രസംഗിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓ ഖാലിദ് സാഹിബ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സഹകാരികളും സഹായികളും ബന്ധപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ഉസ്താദുമാർ, ഞാനന്ന് പുല്ലൂക്കര ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന കാലമാണ്, ഉസ്താദവറുകൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ അന്നുണ്ടായിരുന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകട്ടെ. അന്ന് ഞാൻ ഇവിടെ ശിവപുരത്ത് പള്ളിയിൽ എത്രയോ രാത്രിയിൽ കൊടന്നുറങ്ങിയിരുന്നു, പള്ളിയുടെ ചെരുവിൽ. ആ കാലഘട്ടത്തിൽ അന്ന് അബൂട്ടി ഹാജിയുടെ വീട്ടിൽ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. അബൂട്ടി ഹാജി കുറ്റിയാടിയിൽ
ഞാൻ ഓല ഷെഡ് കെട്ടിയിട്ട് സിറാജുൽ ഹുദ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അത് കാണാൻ വന്നു. ഞാനിങ്ങനെ ഷെഡില് തെങ്ങിന്റെ കൗക്കോല് കൊണ്ട് പാകിയിട്ട് അതിന്റെ മേലെയാണ് അന്ന് കിടക്കാറുള്ളത്. വെറും ഷെഡിൽ, ഓല ഷെഡിലാണ് താമസം. അവിടെയാണ് മുത്തഅല്ലിമീങ്ങളും താമസിക്കുന്നത്. അതിൽ തന്നെയാണ് ജുമഅ നടക്കുന്നത്. അവിടെ തന്നെയാണ് ദർസും മദ്രസയും നടക്കുന്നത്. അത് കണ്ടപ്പോൾ അബുട്ടി ഹാജി പൊട്ടി പൊട്ടി കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വന്ന് 500 രൂപ സംഭാവന തിരിച്ചു പോയതും എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പരിചയപ്പെട്ടവരും സഹായിച്ചവരും സഹകരിച്ചവരുമായ ധാരാളം മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. എല്ലാവരുടെ പേരിൽ ഫാത്തിഹയും സൂറത്തും ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സെന്ററിൽ സാന്ത്വന കേന്ദ്രം നടക്കുന്നുണ്ട്. അതിന് കുറേ സാമഗ്രികൾ വേണം. നിങ്ങളൊക്കെ കൊടുത്താൽ വലിയ സന്തോഷമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഗതിയും പറയാൻ മാത്രം എനിക്കിപ്പോൾ ആരോഗ്യമില്ല. നാളത്തെ കാര്യം ബേജാറായിട്ട് എങ്ങനെയാണ് ഇന്ന് ഉറങ്ങാൻ, ഒരു മിനിറ്റ് ഉറങ്ങാൻ സമയം കിട്ടുമെന്ന് തോന്നില്ല. നാളെ രാവിലെ മുതലേ രാത്രി വരെ പരിപാടികൾ. അതുകൊണ്ട് നല്ല നിയത്തോടുകൂടി അങ്ങനെ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് അതിലും ദുആ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ, അതേപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, അതുപോലെ രോഗികളെ ശുശ്രൂഷിക്കുന്നത്, രോഗികൾക്ക് പരിചരണം നടത്തുന്നത്, രോഗികൾക്ക് വേണ്ട ശുശ്രൂഷക്ക് ആവശ്യമായ സാമഗ്രികൾ നൽകുന്നത്, അതിന്റെയൊക്കെ പ്രതിഫലം എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത സംഗതികളാണ്. അള്ളാഹു കബൂൽ ചെയ്ത് കിട്ടിയാൽ അള്ളാഹു തന്നെ നമ്മളെ അമലൊക്കെ കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് ഒരു കസേര എടുത്ത് വിടട്ടെ മോനെ. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതണം. കൈ പിടിക്കുന്ന മൈക്കുണ്ടോ? ഒരു മൈക്ക് തരണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. ഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മജ്ലിസ് ഭാരവാഹി റഫീഖ് കൊളാരി ഏതാനും ദിവസം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരത്തിന്റെ ആണ്ടാണ് എന്ന് അറിയിച്ചു. അള്ളാഹു തആല അദ്ദേഹത്തിന് നമുക്കൊക്കെ സ്വർഗം തരട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സാന്ത്വന കേന്ദ്രത്തിലേക്ക് സാമഗ്രികൾ വാങ്ങാൻ 10,000 രൂപ സൈനാറ് ഹീപ്പിയ. അള്ളാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇവിടുത്തെ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകൻ എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച മോനെ. ഓൺലൈനിൽ വിദേശത്തുനിന്ന് പറഞ്ഞാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഫാത്തിഹ ഓതണം ഇൻഷാ അല്ലാഹ്. ഫാത്തിഹ ഓതുമ്പോൾ എല്ലാവരും നല്ല സംഭാവന ഉണ്ടെന്ന് പറയണം. കുട്ടി ഇങ്ങനെ ബക്കനും കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞ ഒരാൾ നിർത്തിക്കുന്നു. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ തരണം. അതിലിടക്ക് സാന്ത്വന കേന്ദ്രത്തിലേക്ക് കിട്ടുന്ന സംഭാവന വേറെയും തരണം ഇൻഷാ അല്ലാഹ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم